ടു ഡയമെൻഷണൽ അറേ ഇൻ സി. അറേ എന്താണെന്നും വൺ ഡയമെൻഷണൽ അറേ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് സൈസ്ഡ് ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡേറ്റയാണെന്ന് പറഞ്ഞു. ഇനി അതിൽ വൺ ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറയിൽ എലമെൻസിനെ ആക്സസ് ചെയ്യണത് ഒരു സിംഗിൾ സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ, അതായത് വൺ സബ്സ്ക്രിപ്ഷൻ വൺ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഓരോ എലമെൻറ്റിനെയും നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു വൺ ഡയമെൻഷണൽ അറേയാണ്. അതേസമയം ടു ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദി അറേ എലമെൻറ്റ്സ് ആർ ആക്സസ്ഡ് യൂസിങ് ടു സബ്സ്ക്രിപ്റ്റ്സ് ഓർ ടു ഇൻഡെക്സസ്, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ടു ഡയമെൻഷണൽ അറേ എന്നാണ് പറയാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി നീഡ് ടു സ്റ്റോർ എ ടേബിൾ ഓഫ് വാല്യൂസ്. അതായത് ഒരു ടേബിൾ ഓഫ് വാല്യൂസ്, ഒരു ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ കുറേ റോസ് ആൻഡ് കോളംസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ടേബിൾ ഓഫ് വാല്യൂസ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോഴും ഹോമോജീനിയസ് തന്നെയാണ്. എന്നുവെച്ചാൽ ഇത് ടു ഡയമെൻഷനൽ ആണെങ്കിലും ഇത് അറേ തന്നെയാണ്, അറേയുടെ പ്രോപ്പർട്ടീസൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു ടു ഡയമെൻഷനലായിട്ട് റോസ് ആൻഡ് കോളംസ് ആയിട്ട് അതായത് ഒരു ടേബിളർ ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ടു ഡയമെൻഷനൽ അറേ യൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഇസ് എ മെട്രിക്സ് വിത്ത് റോസ് ആൻഡ് കോളംസ്. അതായത് റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഒരു മെട്രിക്സ് ഫോർമാറ്റിലായിരിക്കും ഇതുണ്ടാവുക. അതേസമയം വൺ ഡയമെൻഷനൽ അറേ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ആയിട്ടാണെന്ന് പറഞ്ഞു. അതിൽ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 2 3 0 1 2 3 അങ്ങനെയാണ് പൊസിഷൻസ് നമ്മൾ പറയുക. ഇവിടെ ടു ഡയമെൻഷനൽ അറേ ആവുന്ന സമയത്ത് 0th കോളം റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഒരു എലമെൻറ്റിൻ്റെ പൊസിഷൻ പറയും. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ ഇങ്ങനെയായിരിക്കും പറയുക. AF3 4 എന്നൊരു എലമെൻറ്റിനെ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്നതാണ് മെട്രിക്സിൻ്റെ നെയിം ഓർ അറേ നെയിം. ദെൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി റോ നമ്പർ, 4 എന്ന് പറഞ്ഞാൽ കോളം നമ്പർ. ഇപ്പോൾ AF3 4 എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ അറേയിലെ തേർഡ് റോയിൽ 4th കോളത്തിലുള്ള വാല്യൂ എന്നാണ് മീനിങ്. ഇനി ഒരു ടു ഡയമെൻഷനൽ അറേ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ഇതാണ്. ഡേറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം ദെൻ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് റോ സൈസ്. അതായത് ഈ റോ സൈസ് എന്ന് പറഞ്ഞത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലിടുക. ആ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് കോളം സൈസ് സെമിക്കോളൻ. ഇങ്ങനെയാണ് നമ്മളൊരു ടു ഡയമെൻഷനൽ അറേ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇൻറ്റ് മാറ്റ് ഓഫ് 3 4. മെട്രിക്സിൻ്റെ പേര് MAT എന്നാണ്. ടു ഡയമെൻഷനൽ അറേയുടെ പേര് MAT എന്നാണ്. 3 റോസ് ആൻഡ് 4 കോളംസ്. അത് നിങ്ങൾ മാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 3,4 ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. 3 എഴുതുക, റോയുടെ ഇൻഡെക്സ് ക്ലോസ് ചെയ്യുക, ദെൻ അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് 4 എഴുതുക. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് ഡിക്ലെയർ ചെയ്യുക. ഇനി നമ്മളിപ്പോൾ മാറ്റ് ഓഫ് 3,4 എന്ന് കൊടുത്തു ഡിക്ലറേഷൻ. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും മെമ്മറിയിൽ മെട്രിക്സ് ഉണ്ടാവുക. ഇതിനകത്ത് വാല്യൂസ് ഒന്നും ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വരില്ല. ഞാൻ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വാല്യൂസ് എഴുതിയതാണ്. അതായത് ഇവിടെ 3 റോസ് എന്ന് പറയുമ്പോൾ റോ 0 റോ 1 റോ 2 ഇങ്ങനെയായിരിക്കും 3 റോയിനെ മാർക്ക് ചെയ്യുക. നമ്മൾ സിംഗിൾ ഡയമെൻഷനൽ അറേയിൽ പറഞ്ഞു 0യിലാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യണതെന്ന്. അത് ടു ഡയമെൻഷനൽ അറേ അല്ലെങ്കിൽ ഡബിൾ ഡയമെൻഷനൽ അറേ ആണെങ്കിലും ഇങ്ങനെ റോ നമ്പറും 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുക, കോളം നമ്പർ 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 3 റോ എന്ന് പറഞ്ഞാൽ റോ 0 1 2 എന്നായിരിക്കും. 4 കോളം എന്ന് പറഞ്ഞാൽ കോളം 0 1 2 3 അങ്ങനെ 4 കോളംസ്. അതായത് n/m മെട്രിക്സ് ആണെങ്കിൽ n റോസ് ആൻഡ് m കോളംസ് ആണെങ്കിൽ 0 to n-1 ആയിരിക്കും റോ നമ്പർ വരെ, കോളം നമ്പർ 0 to m-1 ആയിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 0 ആയിരിക്കും. ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ n-1 m-1 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിലായിരിക്കും ഇരിക്കുക. അങ്ങനെയാണ് n/m മെട്രിക്സ് ആണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ഓരോ ഇൻഡെക്സും എങ്ങനെയാണ് വരിക എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതാണ്. ഇത് ഇൻഡെക്സ് 0 0 അതായത് കോളം 0 റോ 0. ദെൻ 0 1 എന്ന് പറഞ്ഞാൽ റോ 0 കോളം 1, 0 2 റോ 0 കോളം 2. അപ്പോൾ ഇത് ഫസ്റ്റ് റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 0th റോ ആണ്. ഇതിലെല്ലാത്തിൻ്റെയും റോ നമ്പർ 0 ആണ്, കോളം നമ്പർ 0 1 2 3 അങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക ഫസ്റ്റ് റോയിൽ. സെക്കൻഡ് റോ എന്ന് പറയുന്ന സമയത്ത് റോ നമ്പർ 1 കോളം നമ്പർ 0 1 2 3 അങ്ങനെ ചേഞ്ച് ചെയ്യണം. ദെൻ ഇത് തേർഡ് റോ നമ്പർ 2 എല്ലാത്തിലും റോ നമ്പർ 2 ആണ്, കോളം നമ്പർ 0 1 2 3 അങ്ങനെ ചേഞ്ച് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് മെമ്മറിയിൽ ഇരിക്കും. ഇങ്ങനെയായിരിക്കും മെട്രിക്സിന് സ്റ്റോർ ചെയ്യുക. അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണ മെമ്മറി അലോക്കേഷൻ്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മൾ വൺ ഡയമെൻഷൻ അറേയിൽ പറഞ്ഞിരുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ്. ഇവിടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് റോ കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് തന്നെയായിരിക്കും അടുത്ത റോ ഉണ്ടാവുക. ആ ഒരു ഫോർമാറ്റിലായിരിക്കും ഇത് മെമ്മറിയിൽ ഉണ്ടാവുക. നമ്മളത് പെർസീവ് ചെയ്യുന്ന ഫോർമാറ്റ് ഇതാണ്.
ദെൻ ഇനീഷ്യലൈസിങ് 2 ഡയമെൻഷണൽ അറേ. നമ്മൾ 1 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ലൈനിൽ തന്നെ ഇനീഷ്യലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ നമുക്ക് 2 ഡയമെൻഷണൽ അറേയും ഇനീഷ്യലൈസ് ചെയ്യാം. പല ഫോർമാറ്റ് ഉണ്ട് 2 ഡയമെൻഷണൽ അറേ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഇൻറ്റ് മെട്രിക്സ് 2 3 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കേളി ബ്രേസിനകത്ത് ലിസ്റ്റ് ഓഫ് വാല്യൂസ് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ സിംഗിൾ ഡയമെൻഷണൽ അറേ എങ്ങനെയാണോ ഇനിഷ്യലൈസ് ചെയ്ത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്ത്. അപ്പോൾ ഇവിടെ മെട്രിക്സിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് 2 3, അത് 2 rows ആൻഡ് 3 columns എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇനീഷ്യലൈസേഷനിൽ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ 2 rows ആൻഡ് 3 columns എന്ന് പറയുമ്പോൾ ടോട്ടൽ 6 elements ഉണ്ട്. ഈ 6 elements എന്താണെന്നുള്ളത് നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ എഴുതി. അതൊരു ലിസ്റ്റായിട്ട് അങ്ങനെ എഴുതി. അത് റോ ബൈ റോ ആയിട്ടാണ് എഴുതേണ്ടത്. ആദ്യം ഫസ്റ്റ് റോ എഴുതുക, ദെൻ സെക്കൻഡ് റോ എഴുതുക. ഫസ്റ്റ് റോയിൽ മുഴുവൻ എലമെൻറ്റ്സ് എഴുതുക, ദെൻ സെക്കൻഡ് റോയിൽ മുഴുവൻ എലമെൻറ്റ്സ് എഴുതുക. അപ്പോൾ ഫസ്റ്റ് റോയിൽ എന്ന് പറഞ്ഞാൽ 2 rows ആൻഡ് 3 columns എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ 3 element, സെക്കൻഡ് റോയിൽ 3 element. ഫസ്റ്റ് റോയിൽ 3 element 0 0 0, സെക്കൻഡ് റോയിൽ 1 1 1. അങ്ങനെ ഒരു ലിസ്റ്റായിട്ട് കൊടുത്തു. ഇതാണ് ഒരു ഫോർമാറ്റ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രിക്സിന് ഫസ്റ്റ് റോ 0 വെച്ചിട്ടും സെക്കൻഡ് റോയിലെല്ലാം 1 വെച്ചിട്ടും ഇനീഷ്യലൈസ് ചെയ്യും. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മെട്രിക്സിനകത്ത് ഗാർബേജ് വാല്യൂ ആണ് ഉണ്ടാവുക. ഇനി അടുത്ത എക്സാമ്പിൾ ഇതേപോലെ തന്നെ ഇവിടെ എഴുതിയ ഇതിനെ തന്നെ ഇതേ ഇനീഷ്യലൈസേഷന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സും 0, സെക്കൻഡ് റോയിലെ എല്ലാ എലമെൻറ്റ്സും 1. ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിനെ മൊത്തമായിട്ട് ഒരു കേളി ബ്രേസിലിട്ടു. ഇത് ഔട്ടർ, ഇത് ഇവിടെയുള്ള ഔട്ടർ കേളി ബ്രേസ് അതുപോലെ തന്നെ ഉണ്ട്. അതല്ലാണ്ട് അതിനകത്ത് ആ കേളി ബ്രേസിനകത്ത് നമ്മൾ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിനെ എല്ലാം കൂടെ ഒരു കേളി ബ്രേസിലിട്ടു. ആ എലമെൻറ്റ്സിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണ്. ഇനി ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിൻ്റെ കേളി ബ്രേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കോമ ഇടുക. ദെൻ സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സിന് വീണ്ടും ഒരു കേളി ബ്രേസ് ഇട്ടു, അതിനകത്ത് കോമ ഇട്ടിട്ട് എലമെൻറ്റ്സ് ഒക്കെ എഴുതി. ഇങ്ങനെ നമുക്ക് n റോസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ കേളി ബ്രേസ് ഇട്ടിട്ട് അതിനകത്ത് എലമെൻറ്റ്സ് എല്ലാം കോമ ഇട്ട് എഴുതണം. ബിറ്റ്വീൻ കേളി ബ്രേസസ്, അതായത് ഓരോ റോയുടെ കേളി ബ്രേസിന് ഇടയ്ക്കായിട്ട് നമ്മൾ കോമ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഈക്വലൻ്റ് ആണ്. ഇത് രണ്ടും ചെയ്യുന്നത് ഒരേ കാര്യമാണ്. ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സും 0, സെക്കൻഡ് റോയിലെ എല്ലാ എലമെൻറ്റ്സും 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെ ഓരോ റോയിനെയും കേളി ബ്രേസിൽ ഇടുന്നതിന് വേറൊരു ഫോർമാറ്റിലും കൂടെ എഴുതുക. അതായത് ഓരോ റോയിനെ അടുത്തടുത്ത റോയിലായിട്ട് തന്നെ എൻ്റർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ മെട്രിക്സ് എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. മെട്രിക്സിന് പേര് ടേബിൾ എന്നാണ്, അതിന് റോ നമ്പർ, റോ സൈസ് കൊടുത്തിട്ടില്ല, കോളം സൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഒരു മെട്രിക്സ് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് റോ സൈസ് നിർബന്ധമില്ല, അതേസമയം കോളം സൈസ് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ റോ സൈസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കോളം സൈസ് 5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 5 എലമെൻറ്റ്സ് ആദ്യത്തെ റോയിലേക്ക്, സെക്കൻഡ് 5 എലമെൻറ്റ്സ് അടുത്ത റോയിലേക്ക്, അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റും. അതേസമയം കോളം സൈസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എത്ര എലമെൻറ്റ്സ് ഒരു റോയിൽ എടുക്കണം, എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് റോ സൈസ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, കോളം സൈസ് മസ്റ്റായിട്ട് വേണം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണിത്. ഇങ്ങനെ കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ കേളി ബ്രേസിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ സെക്കൻഡ് എക്സാമ്പിളിൽ പറഞ്ഞ അതേ ഫോർമാറ്റാണ്. ഫസ്റ്റ് റോയിൽ എലമെൻറ്റ്സ് ഒരു കേളി ബ്രേസിൽ, അടുത്ത റോ അടുത്ത കേളി ബ്രേസിൽ, അങ്ങനെ ഇതിന് അടുത്തടുത്ത ലൈനിലായിട്ട് എഴുതിയെന്ന് മാത്രം. അടുത്തടുത്ത ലൈനിൽ എഴുതുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാം നോക്കുന്ന ഒരാൾക്ക് സിക്ക് ഇതിൽ ഏത് ഫോർമാറ്റ് എഴുതിയാലും ഒരുപോലെയാണ്. പക്ഷെ ഒരു പ്രോഗ്രാം നോക്കുന്ന ആൾക്ക് അത് മെട്രിക്സ് എങ്ങനെയാണെന്ന് കാണുമ്പോൾ ഒന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ 3 റോസാണ് കൊടുത്തത്. എത്ര റോന്ന് ഇനീഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കേളി ബ്രേസിനകത്ത് കൊടുത്ത വാല്യൂസ് വെച്ചിട്ട് സി കമ്പൈലറിന് മനസ്സിലാവും 3 റോസാണുള്ളതെന്ന്. അതുകൊണ്ട് 3 റോസ് വെച്ചിട്ടായിരിക്കും ഇനീഷ്യലൈസ് ചെയ്യുക. ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സും 0, സെക്കൻഡ് റോയിലെ എല്ലാം 1, തേർഡ് റോയിലെ എല്ലാം 2, അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ പറഞ്ഞത് 2 rows ആൻഡ് 4 columns ഉള്ള ടേബിൾ എന്ന് നെയിമുള്ളൊരു 2 dimensional അറേയാണ്. ഇതിൽ ഫസ്റ്റ് റോയിൽ 1 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് റോയിൽ 2 എന്ന് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൊത്തം 2 റോ ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് റോയിൽ 4 എലമെൻ്റ് ഉണ്ട്, സെക്കൻഡ് റോയിൽ 4 എലമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് 2 എലമെൻറ്റ് 1 ആണെന്ന് പറഞ്ഞു, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള എലമെൻറ്റ്സോ നമ്മൾ 1 dimensional അറേയിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് മാത്രം പറഞ്ഞാൽ, ഇപ്പോൾ 10 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയിൽ 1 or 2 എലമെൻറ്റ്സ് മാത്രം ഇനീഷ്യലൈസ് ചെയ്തിട്ട് നിർത്തുകയാണെങ്കിൽ ബാക്കിയെല്ലാം 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് ഇവിടെ നടക്കുക. അപ്പോൾ ഇവിടെ ഈ മെട്രിക്സ് എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ, മെട്രിക്സിനകത്ത് ഫസ്റ്റ് റോയിൽ 2 എലമെൻറ്റ്സ് 1 ആണ്,
അത് കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 0. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്, ബാക്കിയുള്ളതെല്ലാം 0. ഇങ്ങനെയായിരിക്കും ഈ മെട്രിക്സ് ഇനീഷ്യലൈസ് ആവുക. അപ്പോൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഒരു വാല്യൂ പോലും എന്താണെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗാർബേജ് വാല്യൂ ആണ് ഉണ്ടാവുക. പക്ഷേ എന്തെങ്കിലും ഒരു വാല്യൂ എങ്കിലും പറഞ്ഞാൽ ആ വാല്യൂ മാത്രം, ആ പൊസിഷനിലെ വാല്യൂ മാത്രം അത് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും, ബാക്കിയെല്ലാം 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു മെട്രിക്സിലെ മുഴുവൻ വാല്യൂസും 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അതായത് ടേബിളിനകത്ത് 3 rows and 3 columns ഉണ്ട്. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണെന്ന് പറഞ്ഞു, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണെന്ന് പറഞ്ഞു, തേർഡ് റോയിലെയും ഫസ്റ്റ് എലമെൻറ്റ് 0 ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടും ഓരോ എലമെൻറ്റെങ്കിലും ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ടും ബാക്കിയെല്ലാം 0 ആകും. അപ്പോൾ ഇങ്ങനെ ഒരു ഇനീഷ്യലൈസേഷൻ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സിലെ മുഴുവൻ എലമെൻറ്റ്സും 0 ആയിട്ട് ഇനീഷ്യലൈസ് ആവും. ഇനി മുഴുവൻ എലമെൻറ്റ്സും 0 ആക്കാൻ ഇത്രയും എഴുതണം എന്നില്ല, അതേ ഇങ്ങനെ എഴുതിയാലും മതി. ഇൻറ്റ് ടേബിൾ 3 3 എന്ന് പറഞ്ഞാൽ 3 rows and 3 columns ഉണ്ട്. അതിനകത്ത് ഒരൊറ്റ വാല്യൂ മാത്രം പറഞ്ഞുള്ളൂ, 0 മാത്രം പറഞ്ഞുള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ 0 ഇപ്പോൾ എവിടെ ഉണ്ടാവുക വെച്ചാൽ 3 റോയും 3 കോളവും ഉള്ളൊരു മെട്രിക്സ് ഡിക്ലെയർ ചെയ്തു. അതിലെ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻ്റാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്ത 0. ബാക്കിയുള്ളതൊന്നും എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ബാക്കിയെല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ആ മെട്രിക്സ് ഇനീഷ്യലൈസ് ആവുക. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. 3 rows and 3 columns ഉണ്ട്. ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ട് 1. അപ്പോൾ 3 rows and 3 columns ഒരു മെട്രിക്സ് ഡിക്ലെയർ ചെയ്തു. ഫസ്റ്റ് എലമെൻറ്റ് 1 എന്ന് പറഞ്ഞു, ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ്. ബാക്കിയുള്ളതൊന്നും പറയാത്തത് കൊണ്ട് ഇതെല്ലാം 0 ആയിട്ട് സെറ്റ് ആവും. അപ്പോൾ ഒരൊറ്റ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ വെച്ചിട്ട് മുഴുവൻ മെട്രിക്സും സെറ്റ് ആവുന്നതല്ല, ആ വാല്യൂ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ 0 0 എന്ന് പറഞ്ഞ എലമെൻ്റായിട്ട് അത് വയ്ക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ 1 വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എലമെൻറ്റ്സും 1 എന്നല്ല, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. ഇനി അടുത്ത നോക്കുക. 3x3 മെട്രിക്സ് ആണ്. അതിനകത്തുള്ള 3 റോയിലെ ഓരോ എലമെൻറ്റ്സ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 റോയിലും ഫസ്റ്റ് എലമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1, ബാക്കിയെല്ലാം 0. അതാണ് ഇതിൻ്റെ മീനിങ്. ഇനി അടുത്ത നോക്കുക. ഇൻറ്റ് മെട്രിക്സ് 3 3 3 rows and 3 columns. ഫസ്റ്റ് റോയിൽ 0, സെക്കൻഡ് റോ 1 1 1, തേർഡ് റോ 0 എന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് റോയിലെ മുഴുവൻ എലമെൻറ്റ്സും 0 ആയിട്ട് ഇനീഷ്യലൈസ് ആവും. സെക്കൻഡ് റോയിലെ 3 എലമെൻറ്റ്സ് ആണുള്ളത്, 3 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റോ 1 1 1, 3 എലമെൻറ്റ്സ് ഇനീഷ്യലൈസ് ആയി. തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്താണെന്ന് പറയാത്തതുകൊണ്ട് അതും 0 ആവും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് 2 dimensional അറേനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി നമുക്ക് 2 dimensional അറേ റീഡ് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ 1 dimensional അറേ ഇനീഷ്യലൈസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു നമുക്ക് ഇപ്പോൾ വലിയൊരു അറേ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഴുവൻ വാല്യൂസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ലൂപ്പിനകത്തിട്ടിട്ട് വാല്യൂ സെറ്റ് ചെയ്യാമെന്ന്. അതുപോലെ ഇവിടെയും ചെയ്യാം കേട്ടോ. ഈ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് വാല്യൂ സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപ്പിനകത്ത് വേണം ചെയ്യാൻ. ലൂപ്പ് എന്ന് പറയുമ്പോൾ 1 dimensional അറിയാവുന്ന സമയത്ത് ഒറ്റ ലൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. 2 dimensional അറിയാവുന്ന സമയത്ത് കോളം നമ്പറും റോ നമ്പറും രണ്ടും നമുക്ക് പറയണം. അതുകൊണ്ട് ഒരു നെസ്റ്റഡ് ലൂപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, എങ്ങനെയാണ് ഒരു മെട്രിക്സ് റീഡ് ചെയ്യുകയെന്ന്. ആ റീഡ് ചെയ്യുന്ന ലൂപ്പ് എങ്ങനെയാണോ എഴുതുക അതുപോലെ തന്നെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന ലൂപ്പും എഴുതുക.